തലയങ്ങ് പോയാലും പോയിക്കോട്ടെ, മാപ്പ് പോയിട്ടൊരു പൂ പോലും പറയില്ല എന്നാണ് നമ്മുടെ നിലമ്പൂർ MLA ആയിട്ടുള്ള PV അൻവർ പറയുന്നത്. അൻവറിൻ്റെ ഈ ഒരു പരാമർശവും അതിന് തുടങ്ങിയിട്ടുള്ള വിവാദങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വൈറലാവുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമ്മേളനത്തിൽ MLA, അതായത് മലപ്പുറം MLA PV അൻവർ അവിടുത്തെ SP ആയിരുന്ന ശശിധരനെ, മലപ്പുറം SP ആയിരുന്ന ശശിധരനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വലിയ രീതിയിൽ വാർത്തകളൊക്കെ വരുന്നത്. ആ വീഡിയോ ഒക്കെ ചേച്ചി കണ്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ വീഡിയോ ഒക്കെ. കഴിഞ്ഞ ദിവസം തന്നെ IPS അസോസിയേഷൻ അൻവറിനോട് മാപ്പ് പറയണമെന്നും പറഞ്ഞു. അതായത് അൻവറിൻ്റെ പരാമർശങ്ങൾ ഒട്ടും ശരിയായില്ല. അൻവർ ഈ രീതിയിൽ ഒരു MLA പ്രതികരിക്കുന്നത് നാട്ടുകാർക്കൊരു നല്ല മാതൃകയല്ല എന്നൊക്കെയാണ് അസോസിയേഷൻ്റെ പ്രതികരണം. അപ്പം അതിൽ അൻവർ ഇപ്പം ഫേസ്ബുക്കിലൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്, മാപ്പൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അൻവറിനെ നമുക്കറിയാലോ, അൻവർ സ്ഥിരം ഓരോരുത്തരുമായിട്ട് യുദ്ധത്തിലായിരിക്കും. സ്ഥിരം അൻവറിൻ്റെ ഒരു വേട്ടമൃഗം എന്ന് പറയുന്നത് മറുനാടൻ മലയാളിയാണ്. കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിലും അദ്ദേഹം മറുനാടനെതിരെ കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് ബാക്കിയുള്ളവർ തീരുമാനിക്കട്ടെ. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ എന്താണ് അൻവർ പോലീസുകാർക്കെതിരെ പറഞ്ഞ പരാമർശങ്ങൾ? അദ്ദേഹം പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ SP, മലപ്പുറം SP ആയിട്ടുള്ള ഈ ശശിധരൻ പ്രോഗ്രാമിന് വളരെ ലേറ്റായിട്ട് വന്നു, എന്നെ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. അത് മാത്രമല്ല, അൻവറിന് കോഴിക്കോട് ഒരു പാർക്കുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആ പാർക്കിലെ ഒരു റോപ്പ് മോഷണം പോയി. 9 ലക്ഷം രൂപയോളം വിലയുണ്ട്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അതിനു വേണ്ടിയിട്ട് പോലീസ്, പ്രത്യേകിച്ച് ഈ SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല. ഇതിലൊക്കെ എന്താണ് രോക്ഷാകുലനായിട്ടാണ് അൻവറിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഗൗതം പറഞ്ഞതുപോലെ തന്നെ മാപ്പുമില്ല, ഒരു കോപ്പുമില്ല. അതാണ് അൻവറിൻ്റെ ശൈലി എന്ന് പറയുന്നത്. അൻവർ എന്ന് പറയുന്നതിനെക്കാളും സഹാക്കൾ വിളിക്കും പോലെ അൻവർ ഇക്ക എന്ന് സ്നേഹത്തോടെ വിളിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം അതിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ രീതികളോട് എനിക്ക് വിയോജിപ്പുണ്ട് എങ്കിലും ഒരു സൈഡിൽ നോക്കിയാൽ അദ്ദേഹം പറയാവുന്ന കാര്യങ്ങൾ, തനിക്കെതിരെ വരുന്ന കാര്യങ്ങൾ കൃത്യമായി മറുപടി പലയിടത്തും നൽകാൻ, ഒരു ഭയവുമില്ലാതെ മറുപടി നൽകാൻ മുന്നിട്ടിറങ്ങുന്ന ഒരാൾ കൂടിയാണ് PV അൻവർ MLA. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ഒരു ബോധ്യവും എനിക്കില്ല. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റ് തന്നെയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ 9 ലക്ഷം രൂപയുടെ പാർക്കിലെ ഒരു സാധനം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി, അത് ജില്ലാ പോലീസ് മേധാവി അടങ്ങിയ ടീം അന്വേഷിച്ച് കണ്ടെത്തി കൊടുത്തില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വൈരാഗ്യം തന്നെയാണ്, വ്യക്തി വൈരാഗ്യം കൂടിയാണ് അദ്ദേഹം ആ പൊതുവേദിയിൽ വെച്ച് തീർത്തത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൽ ഈ മലപ്പുറം ജില്ലയിലെ പോലീസ് അസോസിയേഷൻ്റെ പരിപാടിക്കാണ് അൻവർ ഈ ഷോയൊക്കെ കാണിച്ച് രംഗത്തെത്തിയത്. പക്ഷേ ഒരു ജില്ലാ പോലീസ് മേധാവിയാണ്, അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു ബഹുമാനമുണ്ട്. ആ ജില്ലയിലെ ക്രമസമാധാന കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തെ അൻവർ പ്രതികരിക്കുന്നത് താനൊരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിലാണ്. അൻവറിന്റെ പ്രതികരണം ആ രീതിയിലായിപ്പോയി. ആ രീതിയിലായിപ്പോയി എന്ന് മാത്രമല്ല, അത് എനിക്ക് തോന്നുന്നു അത് SP ശശിധരനിട്ടുള്ള കൊട്ടല്ല, അത് പിണറായിക്കിട്ടുള്ള കൊട്ടായിരുന്നു. കാരണം ആഭ്യന്തരം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായിയുടെ പോലീസിനെ പരസ്യവേദിയിൽ വെച്ച് അൻവർ അപമാനിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പിണറായിയോ പിണറായി പോലീസിനെയോ ആഭ്യന്തര വകുപ്പിനെയോ എനിക്ക് ഭയമില്ല. ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും ചങ്കുറപ്പോടെ പറയും. അത് ഏത് പിണറായി ആയാലും റിയാസ് ആയാലും SP ശശിധരൻ, അല്ലെങ്കിൽ SP ശശിധരനെ സംബന്ധിച്ചിടത്തോളം പിണറായിയുടെയും റിയാസിൻ്റെയും വലം കൈയാണ് SP ശശിധരൻ എന്ന് പറയുന്ന ഈ പോലീസ് മേധാവി. പല കാര്യങ്ങളും അവർ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത്രത്തോളം പിണറായിയും റിയാസുമായി ഏറെ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാന്യതയും സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കിപ്പോൾ സംസാരിക്കാൻ മൂടില്ല, അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വേദി വിടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരവും മാന്യതയുമാണ്. ഒരു MLAക്ക് അത് ഉണ്ടാകണം. ഇനി ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നാളെ വേണമെങ്കിൽ PV അൻവർ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക. അതുകൊണ്ട് ഒരാൾക്ക് നിലപാടും വ്യക്തിത്വവും സംസ്കാരമൊക്കെ ഉണ്ടാവണം എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ ചർച്ച വഴിമാറേണ്ടതിൻ്റെ ആവശ്യകതയില്ല. പക്ഷേ എങ്കിൽ പോലും ഗൗതം പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ IPS അസോസിയേഷൻ സമയത്തൊക്കെ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരെ വലിയ രീതിയിൽ പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനിടയിൽ ഒരുപാട് പുഴുക്കുത്തുകളുണ്ട്. അവർക്കെതിരെയാണ് എൻ്റെ വിമർശനം എന്ന രീതിയിലാണ് അദ്ദേഹം ഈ പ്രസംഗം മുഴുവൻ തുടങ്ങുന്നത്. അവസാനം അത് എൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് അത് പിന്നെ ശശിധരനെതിരെ തീരുകയും. അദ്ദേഹം അതിൽ പറയുന്ന ഒരു കാര്യം, ഞാൻ വീട്ടിൽ നിന്നൊരു ചായ കുടിച്ചു,
ഇവിടെ വന്നിട്ട് 2-3 ചായ കുടിച്ചു. ഒരു വ്യക്തിക്ക് ചായ കുടിക്കുന്നതിനൊരു പരിധിയുണ്ട് എന്നാണ് പറയുന്നത്. ചായ കുടി അദ്ദേഹത്തെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ആ ചായ കുടിയാണ് അദ്ദേഹത്തെ പ്രകോപനപരത്തിലേക്ക് എത്തിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു MLA-യുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ട, കാരണം ഒരു MLA-ക്ക് ഒരു പോലീസ് മേധാവിയെ ഇത്രയും സമയം എന്നെ ഇരുത്തി നിങ്ങൾ ബുദ്ധിമുട്ടിച്ചു, അതിന് നിങ്ങൾക്ക് എന്താണ് മറുപടി ഉള്ളത് എന്ന് ചോദിക്കാൻ അദ്ദേഹത്തെ വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് ഇത്രയും ഷോ കാണിക്കാതെ, ഇത്രയും ആളുകളുടെ മുന്നിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിർത്തി അപമാനിക്കാതെ മാറ്റി വിളിച്ച് നിർത്തി പറയാം എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും നേരം താമസിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന സമയം പറഞ്ഞിരുന്നുവെങ്കിൽ ആ സമയത്ത് ഞാൻ എത്തുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മാന്യമായി പറയാം. പക്ഷെ ഇതൊന്നും പറയാതെ അദ്ദേഹം പോലീസ് മേധാവിയെ അപമാനിച്ചു. എനിക്കതിൽ ഏറ്റവും ഇതായിട്ട് തോന്നിയത് IPS അസോസിയേഷൻ ഈ SP ശശിധരനെ ഈ അപമാനിച്ചതിൽ അവർ രംഗത്തെത്തി, പ്രതിഷേധവുമായി രംഗത്തെത്തി. അൻവർ മാപ്പ് പറയണം, അതാണ് അവരുടെ നിലപാട്. പക്ഷേ കേരള പോലീസ് അസോസിയേഷൻ പറയുന്നത്, പ്രത്യേകിച്ച് പോലീസ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി CR ബിജു പറയുന്നത് അതിൽ അസഹിഷ്ണുതയില്ല. അൻവറിന്റെ പരാമർശം നമ്മൾ പരിശോധിക്കും. എന്ത് പരിശോധിക്കാനാണ്? ആ വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നു. ഒരു ജില്ലാ പോലീസ് മേധാവിയെ അപമാനിച്ചു എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിച്ചു, അത് തന്നെയാണ്, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ജില്ലാ പോലീസ് മേധാവിയെ അദ്ദേഹം വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ആ വേദി വിട്ടതിന് ശേഷം മാന്യമായി അത് പറഞ്ഞു തീർക്കേണ്ട കാര്യത്തെ പൊതുവേദിയിൽ ഇരുത്തി അപമാനിച്ചു. ആ അപമാനിച്ചത് പോലീസുകാരെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമാണ് ഒരു ജില്ലാ പോലീസ് മേധാവിയെ അപമാനിക്കുക എന്നുള്ളത്. പക്ഷെ പോലീസ് അസോസിയേഷൻ ഈ ആഭ്യന്തര വകുപ്പിനെ കൂടെ പിടിക്കുന്ന, പിണറായിക്ക് കൂടെ പിടിക്കുന്ന, അൻവറിന് കൂടെ പിടിക്കുന്ന എന്ത് തോന്നിവാസങ്ങൾക്കും, അതായത് ജനങ്ങളെ ദ്രോഹിക്കാൻ കൂട്ടുനിൽക്കുന്ന സർക്കാരിന് എന്ത് തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്ന കേരള പോലീസ് അസോസിയേഷൻ പറയുകയാണ്, IPS അസോസിയേഷന്റെ പ്രതിഷേധമൊന്നും ഞങ്ങൾക്ക് ഒരു പുല്ല് വിലയാണ്, ഞങ്ങൾ PV അൻവറിനോടൊപ്പമാണ്. അൻവർ എന്ത് പറഞ്ഞാലും, പോലീസുകാരെ ഇനി 2 തല്ല് തല്ലിയാലും അതിൽ ഞങ്ങൾ പരിശോധിക്കും, എന്നിട്ട് തെറ്റുണ്ടെങ്കിൽ നടപടിയെടുക്കാമെന്ന് പറയുമ്പോൾ പോലീസ് അസോസിയേഷന്റെ ഇരട്ടത്താപ്പ് കൂടി നമ്മളിവിടെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു IPS ഉദ്യോഗസ്ഥനെ പൊതുവേദിയിൽ അപമാനിച്ചപ്പോഴാണ് പോലീസ് അസോസിയേഷൻ ഇത്തരം നിലപാടുമായി രംഗത്തെത്തുന്നത് എന്നുള്ളത് നമ്മളിവിടെ മറക്കാതിരിക്കാൻ കഴിയില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ PV അൻവറിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ പാർക്കുമായി ബന്ധപ്പെട്ടുള്ള നാച്ചുറൽ പാർക്ക്, അദ്ദേഹത്തിന്റെ കക്കാടംപൊയിലെ പാർക്ക്, അത് 2018 ജൂൺ 18 ദുരന്ത നിവാരണ നിയമപ്രകാരം കോഴിക്കോട് കളക്ടർ ഉത്തരവിട്ടതാണ് ആ ലൈസൻസ് ഇല്ലാത്ത ആ പാർക്ക് അടച്ചുപൂട്ടണമെന്ന്. അതിൽ ഏറ്റവും തമാശയായിട്ടുള്ള കാര്യം, അത് 2023 ഓഗസ്റ്റ് 23 ദുരന്ത നിവാരണ വിഭാഗം പ്രിൻസിപ്പൽ സെക്രട്ടറി ലൈസൻസ് നൽകിക്കൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ PV അൻവറിനറിയാം. താൻ എന്ത് പറഞ്ഞാലും തനിക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല എന്നുള്ളത്. കാരണം പിണറായിയും പിണറായിയുടെ മകളെയും ഒക്കെ സംബന്ധിക്കുന്ന നിരവധി തെളിവുകൾ, നിരവധി കാര്യങ്ങൾ, നിരവധി ദുരൂഹതകൾ, പണമിടപാടുകളൊക്കെ PV അൻവറിന് അറിയാം. അതുകൊണ്ട് തന്നെ PV അൻവറിനെ തൊട്ടാൽ ഏതെങ്കിലും CPM-കാരന്മാര് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ PV അൻവറിനെ പിടിച്ചു കെട്ടാൻ ഒരു പിണറായിക്കും കഴിയില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. കുറെ ആളുകൾക്ക് ഭയങ്കര ഭയമാണെന്ന്, പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കൊക്കെ. കാരണം ഇദ്ദേഹം ഏഷ്യാനെറ്റിനെതിരെയൊക്കെ ഒരു സമയത്ത് അവിടെയുള്ള ഒരു മാധ്യമപ്രവർത്തകനെതിരെയൊക്കെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ ഏഷ്യാനെറ്റിൽ, അതെ, അവരെ വിളിച്ചു വരുത്തി സെറ്റിട്ടാണ് ലഹരി കടത്തുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ തെളിവ് ഏഷ്യാനെറ്റിന്റെ, എനിക്ക് തോന്നുന്നു കണ്ണൂർ ആ ഓഫീസിലേക്ക് റെയ്ഡ് വരെ, പോലീസിന്റെ റെയ്ഡ് വരെയൊക്കെ ഉണ്ടായ സംഭവം, ഹാർഡ് ഡിസ്ക് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ സംഭവങ്ങൾ PV അൻവറിന്റെ പ്ലാനിങ്ങിലൊക്കെ നടന്നതാണ്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ്. മാധ്യമങ്ങൾക്ക് ഒരു പരിധി വരെ PV അൻവറിനെ തൊടാൻ ഭയമാണ്. വാർത്തകൾ നൽകുന്നതല്ലാതെ PV അൻവറിനെതിരെ അല്ലെങ്കിൽ PV അൻവർ പറയുന്ന കാര്യങ്ങൾ, അത് സംസ്ഥാന സർക്കാരിലെ ഇപ്പം PV അൻവർ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു തിരുത്തൽ വേണമെന്നോ, അല്ലെങ്കിൽ PV അൻവറിനെ നിലയ്ക്ക് നിർത്തണമെന്നോ, അൻവർ ഈ ചെയ്തത് ശരിയായില്ല എന്നോ പിണറായി സർക്കാർ, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി പോലും മിണ്ടിയിട്ടില്ല. പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനാണ് ഈ ശശിധരൻ എന്ന് പറയുന്ന ജില്ലാ പോലീസ് മേധാവി. അദ്ദേഹത്തെ പൊതുവേദിയിൽ അപമാനിച്ചിട്ട് പോലും പിണറായി വിജയൻ പോലും വാ തുറന്ന് മിണ്ടുന്നില്ല. ഈ മൂക്ക് കയറിടാൻ, PV അൻവറിനെ മൂക്ക് കയറിടാൻ പിണറായി പോലും തയ്യാറാകുന്നില്ല എങ്കിൽ അതിൽ നമ്മൾ ചിന്തിക്കേണ്ടേ എത്രമാത്രം PV അൻവറിനെ സംസ്ഥാന സർക്കാരിലെ ഓരോ സഹാക്കന്മാരും ഭയപ്പെടുന്നു എന്നുള്ളത്. കാരണം എല്ലാവരുടെയും കള്ളത്തരങ്ങൾ ഒരു വലിയ കള്ളൻ അറിയാമെന്നുള്ളത് പോലെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ PV അൻവറിന് അറിയാം.
അതുകൊണ്ട് PV അൻവർ വാ തുറന്നാൽ പലരുടെയും സ്ഥാനം തെറിക്കും, പലരും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും, പലരുടെയും ഈ ഇപ്പോഴത്തെ ഈ മാന്യതയൊക്കെ ഇല്ലാതാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് PV അൻവർ എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല, മൗനം പാലിക്കുന്നത്. അതുകൊണ്ട് സഖാക്കൾക്കിടയിൽ PV അൻവറിന് നല്ലൊരു സ്ഥാനമുണ്ട്. അദ്ദേഹം ഈ മാസ് കാണിക്കുന്നത് മുഴുവൻ ഫേസ്ബുക്കിലാണ്. അതെ, അദ്ദേഹത്തിന്റെ വളരെ മോശപ്പെട്ട ഭാഷകളിലും ആ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇദ്ദേഹത്തിന് കിട്ടുന്ന ഒരു വലിയ ക്രെഡിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുഖം നോക്കാതെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ ഒരു പ്രതിച്ഛായയിലാണ് പുള്ളി ഇങ്ങനെ നിന്ന് പോകുന്നത്. എന്തായാലും PV അൻവറിനെ മൂക്ക് കയറിടാൻ ഈ സംസ്ഥാന സർക്കാരിൽ ആരും ഇല്ലാത്തത് കൊണ്ട് അൻവർ ഇങ്ങനെ നടക്കട്ടെ. ഇനിയും ജില്ലാ പോലീസ് മേധാവികളുടെ DGPയുടെ DIGയുടെ ഒക്കെ മെക്കിട്ട് കയറി അവരെയും അപമാനിച്ച് ഇങ്ങനെ എന്താ സുഖലോലുപനായി ലാവിഷായി അങ്ങനെ ജീവിക്കട്ടെ. പിണറായി എന്തായാലും ഇതിൽ ഇടപെടില്ല, ഒരു സഹാക്കന്മാർ ഇതിൽ ഇടപെടില്ല. അപ്പോൾ ആ ഒരു ഇത് മുന്നോട്ട് വെച്ചുകൊണ്ട് PV അൻവർ മുന്നോട്ട് പോട്ടെ. നമ്മൾ ഇനി എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നാളത്തെ വിഷയം നമ്മളാകും. എന്തായാലും അൻവറയ്ക്ക് നല്ലത് വരട്ടെ. നല്ലത് വരട്ടെ. അതെ.